الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ഒരു സമയത്തിലും സാഹചര്യത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ 1/3 നമ്മളോട് യാത്ര പറഞ്ഞു പോയി. ഈ സമയത്ത് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ ആ റമദാൻ കൊണ്ട് എന്താണോ നേടേണ്ടത്, ആ റമദാനിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ, ആ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയും കൂടുതൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള ഒരു മുന്നോട്ട് പോക്കുമാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുമിച്ച് കൂടിയ ഈ ഒരു സദസ്സ് അനുഗ്രഹീതമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സദസ്സിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സിലാക്കുന്ന
പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, ആ രൂപത്തിൽ ദീൻ പഠിക്കപ്പെടുന്ന ഒരു സദസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫളാഇലു മജാലിസ് ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ബാബുകൾ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാം. അതിൽ തന്നെ ഓരോ ഹദീസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുദീർഘങ്ങളായ ഹദീസുകൾ ഈ രൂപത്തിലുള്ള സദസ്സുകളുടെ പ്രാധാന്യം, അതിന്റെ ഫളീലത്ത് പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ഹദീസ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഈ രൂപത്തിലുള്ള സദസ്സുകളിൽ പിടിച്ചിരുത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ കൂടിയ ആളുകളുടെ വലിപ്പ ചെറുപ്പങ്ങളല്ല. ഇന്നയാൾ വിളിച്ചത് കൊണ്ടാണ്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് മോശമല്ലേ, അയാൾക്കെന്ത് തോന്നും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കെന്ത് തോന്നും എന്നതുകൊണ്ടുമല്ല നമ്മളിവിടെ വന്നതും ഈ സദസ്സിൽ പങ്കെടുക്കുന്നതും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു പ്രതിഫലത്തെ മനസ്സിലോർത്തതുകൊണ്ടാണ്. ഏതൊരു കർമ്മവും ഈ രൂപത്തിൽ അതിന്റെ പ്രതിഫലത്തിന്റെ വലിപ്പമറിഞ്ഞുകൊണ്ട്, ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അങ്ങേയറ്റം അല്ലാഹുവിങ്കിൽ അത് സ്വീകാര്യമാവുന്നത്. റസൂലുള്ളാഹി പറഞ്ഞതെന്താ? വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട, അള്ളാഹുവിന്റെ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയിലും തന്നെ ഒരു സമൂഹവും ഒരുമിച്ച് കൂടുന്നില്ല. അവരുടെ പ്രത്യേകത എന്താ? യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ആ പരിശുദ്ധ ഖുർആനിനെ പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ രൂപത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സുണ്ടല്ലോ, ആ രൂപത്തിലുള്ള സദസ്സിനെ പറ്റി പറയുകയാണ്, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന. അള്ളാഹുവിന്റെ സമാധാനം ആ സദസ്സിൽ ഇറങ്ങാതിരിക്കില്ല. പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്താൽ പൊതിയുന്ന ഒരു സദസ്സാണ്. വഗശിയതുഹുമുർ റഹ്മ. അവന്റെ കാരുണ്യത്താൽ മൂടുന്ന, അവന്റെ കാരുണ്യത്താൽ പൊതിയുന്ന ഒരു സദസ്സ്. അള്ളാന്റെ സമാധാനം കിട്ടുന്നു, അവന്റെ കാരുണ്യം കിട്ടുന്നു. മാത്രമല്ല, വഹഫത്തുഹുമുൽ മലായിക. മലക്കുകളാൽ ആവരണം ചെയ്യപ്പെടുന്ന ഒരു സദസ്സ്. നമ്മുടെ കണ്ണുകൾക്ക് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കിടയിൽ അള്ളാഹുവിന്റെ മലായികത്തിന്റെ സാന്നിധ്യമുണ്ട്. അവരതാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഏറ്റവും അടുത്ത മലക്കുകളോട്, അതാ ഇവിടെ ഒരുമിച്ച് കൂടിയ മലപ്പുറത്ത് കോട്ടപ്പടിയിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്മരിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമാധാനം ഈ സദസ്സിലുണ്ട്, അവന്റെ കാരുണ്യമുണ്ട്. മലക്കുകളാൽ ആവരണം ചെയ്യപ്പെടുകയും ആ മലക്കുകളുടെ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുന്നു, പാപമോചനം നമുക്ക് ലഭിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയതെന്നാണ് ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മലക്കുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യും, അവർ ഒരുമിച്ച് കൂടിയത് ഇന്ന പർപ്പസിനാണ്. അല്ലാഹുവേ, നിന്നെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്, പാപമോചനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത് എന്നാണ് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഹദീസ് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയമായും കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഉദ്ദേശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ പ്രവാചകൻ ഈ രൂപത്തിലുള്ള സദസ്സുകളുടെ പുണ്യവും പ്രാധാന്യവും വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബാ കിറാം റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പ്രത്യേകം നിയ്യത്ത് ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പ്രത്യേകമായി നിയ്യത്ത് ചെയ്തിറങ്ങിയ ആളുകളല്ല. ഞങ്ങൾ ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിയവരാണ്. എന്നാൽ വഴിമധ്യേ ഞങ്ങൾ ഇത്തരത്തിലൊരു സദസ്സു കണ്ടു. ദീനിന്റെ സദസ്സാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ സദസ്സിലേക്ക് കയറി ചെന്നിരുന്നു. നബിയെ, ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ? ഞങ്ങൾക്ക് കൂലി കിട്ടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുത്തരം കൊടുത്തത്, ആ സദസ്സിലേക്ക് കയറിയിരിക്കുന്ന, ആ സദസ്സിൽ ചെന്നിരിക്കുന്ന ഒരാൾക്കും നഷ്ടം സംഭവിക്കാത്ത സദസ്സാണത് എന്നാണ്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു, ഈ രൂപത്തിൽ പരിശുദ്ധ റമദാൻ മാസം വന്നിട്ട് എത്ര സദസ്സുകളെ കൃത്യമായി അലങ്കരിക്കുവാൻ നമുക്ക് സാധിച്ചു. എത്രയോ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ, എത്രയോ വഅളുകൾ, പ്രഭാഷണങ്ങൾ, ഇൽമിയായ സദസ്സുകൾ നടക്കുമ്പോൾ അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നൊരാത്മപരിശോധനയുടെ സമയമാണ്. പാപങ്ങൾ പുറത്തു കിട്ടുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതൊരു കർമ്മവും അങ്ങനെ തന്നെയാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിശ്ചയമായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ പര്യവസാനം നോക്കിയിട്ടാണ്. എത്ര ആവേശത്തോടു കൂടി തുടങ്ങി എന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്, ഏത് രൂപത്തിലാണ് അവസാനിപ്പിച്ചത് എന്ന് അല്ലാഹ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതേതൊരു അമലും അങ്ങനെ തന്നെയാണ്, ഏതൊരു സദസ്സും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ സ്വീകാര്യതയും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ആവേശത്തോടു കൂടി തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, ആവേശത്തോടുകൂടെ തന്നെ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ സദസ്സിന്റെ അവസാനം വരെ ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം സദസ്സ് പിരിയുന്ന പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ മടങ്ങുമ്പോ മലക്കിന്റെ ആഹ്വാനമുണ്ടാകും. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാപമോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കിയിരിക്കുന്ന സ്വർഗവുമാണ്. അതിനാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഈ സദസ്സിന്റെ പ്രാധാന്യത്തെയും പുണ്യത്തെയുമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നോമ്പിനെ നിർബന്ധമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമുള്ള ഒരു ഇബാദത്തല്ല നോമ്പ്. ഇതിനു മുമ്പ് കടന്നു വന്ന സമൂഹങ്ങളിലും നോമ്പുണ്ടായിരുന്നു എന്നതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്നാമതായി വിശ്വാസമുണ്ടാവണം. വിശ്വാസികളെ, നിങ്ങൾക്കാണ് നോമ്പ് എന്നുള്ളതാണ്. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി എന്ന് മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് എന്നുള്ള പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണ്. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസം എത്ര ആവേശത്തോടു കൂടിയാണ് നാം സ്വീകരിച്ചത്. ആ റമദാനിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ, ആദ്യത്തെ ദിനരാത്രങ്ങളിൽ 1, 2, 3 ദിവസം കഴിഞ്ഞപ്പോഴുള്ള ആവേശം ഈ ആദ്യത്തെ 10 കഴിഞ്ഞപ്പോൾ ചോർന്നു പോയിട്ടുണ്ടോ? ഒരല്പമെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അതല്ല നമ്മുടെ ജീവിതം യാന്ത്രികമായി പോയിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയുടെ സമയമാണിത്. എല്ലാവരും നോമ്പെടുക്കുന്നു, കൂട്ടത്തിൽ ഞാനും നോമ്പെടുക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോകുന്നു, കൂട്ടത്തിൽ ഞാനും പള്ളിയിൽ പോകുന്നു. എല്ലാവരും നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഞാനും നിസ്കരിക്കുന്നു. എല്ലാവരും തറാവീഹിന് ഖിയാം റമദാന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ ഞാനും അവരുടെ കൂട്ടത്തിൽ കൂടിയാവുന്നു എന്ന രൂപത്തിൽ യാന്ത്രികമായി കടന്നു പോകുന്ന ഒന്നാവരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഇതിന്റെ പ്രതിഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാവണം നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവുമെല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ നമ്മെ പഠിപ്പിച്ചത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടുകൂടെയും പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും റമളാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാ. അപ്പൊ നോമ്പെടുത്തു കഴിഞ്ഞാൽ പാപം പുറത്തു കിട്ടും എന്നുള്ളത് മാത്രമല്ല, അതെങ്ങനത്തെ നോമ്പാണ് എന്നുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കാൻ അടിവരയിടേണ്ടത് ആ രണ്ട് വാക്കുകൾക്കാണ്, ഈമാനൻ വഹ്തിസാബാ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ബാക്കി പറഞ്ഞ എല്ലാ ബെനിഫിറ്റും നമുക്ക് കിട്ടുക. എങ്ങനത്തെ നോമ്പാവണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, അപ്പൊ എനിക്കും നോമ്പാണ്, നാട്ടുകാർക്കൊക്കെ നോമ്പാണ്, കൂട്ടത്തിൽ എനിക്കും നോമ്പാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രവണതയില്ല. മറിച്ച് ഈമാനൻ വഹ്തിസാബാ, വിശ്വാസം വേണം, അങ്ങേയറ്റത്തെ വിശ്വാസവും അതിലപ്പുറം പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കൂലി, ആ പ്രതിഫലം അത് തേടിക്കൊണ്ട് അത് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നോമ്പിനാണ് ഈ രൂപത്തിൽ പാപമോചനം ലഭിക്കുന്നത്. ഖിയാമു റമളാൻ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, പലപ്പോഴും റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച് സലഫി മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഖിയാമു റമളാന് വേണ്ടി മാത്രമാകരുത് നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. പലപ്പോഴും സുബഹ് ജമാഅത്തിന് പള്ളിയിൽ എത്താൻ സാധിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഏറെ പ്രാധാന്യം തറാവീഹ് നമസ്കാരത്തിന് കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറള് നമസ്കാരത്തിന്റെ കൂലി, ഫറള് നമസ്കാരത്തിന്റെ പ്രതിഫലം ഒരു കാലത്തും സുന്നത്ത് നമസ്കാരത്തിന് കിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ റമളാൻ മാസത്തിലെങ്കിലും സഹോദരിമാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അവർക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പള്ളികളിൽ നമ്മൾ അവരെ തടയരുത്. അതിനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കണം. അവരുടെ തിരക്കുകൾ ഒരല്പം ഒന്ന് കുറച്ചു കൊടുക്കണം. നമ്മളും അവരുടെ കൂടെ ഒന്ന് കൂടണം എന്നുള്ളതാണ്. കാരണം ഈ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് മടങ്ങാൻ നമുക്ക് സാധിക്കും. എത്രമാത്രം വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. ആ ഒരു കൂലി ഒരിക്കലും തറാവീഹ് നമസ്കാരത്തിന് കിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഫറള് നമസ്കാരങ്ങൾക്ക് ലഭിക്കുന്ന കൂലി എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അതിനപ്പുറം അതിന് കഴിയാത്തവരാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് ആ രൂപത്തിൽ ജമാഅത്ത് നമസ്കരിക്കാൻ വരൽ നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷേ വന്നാൽ അത്രമാത്രം വലിയ പ്രതിഫലം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നത് പോലെ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുന്ന ധാരാളക്കണക്കിന് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുടെ കാര്യവുമുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിഷയത്തിലും പ്രത്യേകമായി പഠിപ്പിച്ചത് ഇതാണ്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവിടെയും പഠിപ്പിക്കുന്ന വിഷയം ഇതാണ്, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നമസ്കരിച്ചാൽ, ആരെങ്കിലും തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്താന്നല്ല റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഏത് രൂപത്തിലായിരിക്കണം നിങ്ങളുടെ രാത്രി നമസ്കാരം? വിശ്വാസത്തോടുകൂടെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് റമളാനിന്റെ രാത്രികളിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാ. ഒറ്റ രാത്രിയുടെ വിഷയത്തിൽ, ഒരേ ഒരു രാത്രിയുടെ വിഷയത്തിലും സമാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നു. ഏതാണ് ഹദീസ്? മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടുകൂടെയും പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദ്റിന്റെ ഒറ്റ രാവിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ മുൻകഴിഞ്ഞ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. പക്ഷേ ലൈലത്തുൽ ഖദ്ർ എന്നാ നമുക്കറിയില്ല. ഓരോ രാത്രിയും, റമളാനിന്റെ ഓരോ രാത്രിയിലും നാം അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ നമസ്കാരം
നമ്മുടെ രാത്രി നമസ്കാരം ആ ലൈലത്തുൽ ഖദറിൽ വന്നാൽ, അതിലുൾപ്പെട്ടാൽ നമ്മുടെ മുൻകഴിഞ്ഞ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറഞ്ഞിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് പഠിപ്പിച്ച കാര്യം ഈമാനൻ വഹ്തിസാബ, വിശ്വാസം വേണം, പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അമലിനും ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ പ്രകൃതം അതാണ്. എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടാണ് മനുഷ്യൻ ഓരോ പ്രവർത്തനങ്ങളിലേക്കും പോവുക. അത് ഭൗതികമായ പ്രവർത്തനങ്ങളാണെങ്കിലും ആത്മീയമായ രംഗത്താണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹലോകത്തും പരലോകത്തുമുള്ള നേട്ടങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അമലിനും ഇത്രമാത്രം കൂലിയുണ്ട്, ഇത്ര പ്രതിഫലമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നോമ്പിനെ പറ്റി പ്രത്യേകമായി അള്ളാഹ് പറഞ്ഞത് അത് എനിക്കുള്ളതാണ് എന്നുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാണെന്ന് പ്രത്യേകമായി അള്ളാഹ് പഠിപ്പിച്ചു. അസ്സൗമു ലീ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഏതൊരു അമലിനും അപ്പുറത്തേക്ക് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയാൻ കാരണം? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു അമലി ബിനി ആദം യുളാഅഫുൽ ഹസനത ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ. ആദമിന്റെ മക്കളുടെ, ആദം നബിയുടെ സന്താനങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ അമലുകൾക്കും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം 10 ഇരട്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാന്റെ കണക്കിൽ ഒരു നന്മ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം എന്ന് പറയുന്നത് 10 ഇരട്ടിയാണ്. ഏതിരട്ടി വരെ? 700 വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഖാല അല്ലാഹു തആല ഇല്ല സൗം. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി പറയാണ്, നോമ്പൊഴികെ. നോമ്പൊഴികെയുള്ള ഏത് സൽപ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. ഖുർആൻ ഓതുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞു, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് 30 ഇരട്ടി പ്രതിഫലാണ്. കാരണം 3 ഹർഫുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അത്രമാത്രം ഏതൊരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ സൽക്കർമ്മത്തിന് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലമായി 10 ഇരട്ടി കൂലിയാണ് അള്ളാന്റെ കണക്കിലുള്ളത്. ആ 10 ഇരട്ടി കൂലി എന്ന് പറയുന്നത് 700 ഇരട്ടി വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും. ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 700 എന്ന് പറയുന്ന ക്ലിപ്തമായ പ്രതിഫലമല്ല. എത്ര വേണമെങ്കിലും നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. മറ്റേതൊരു അമലിനേക്കാളും മറ്റേതൊരു അമലിനും പ്രതിഫലം ക്ലിപ്തമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽ നോമ്പിന്റെ പ്രതിഫലം ക്ലിപ്തമല്ല. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നോമ്പിനെ പറ്റി അല്ലാഹ് പറയുകയാണ്, യദഉ ശഹ്വതുഹു വ തആബുഹു മിൻ അജ്ലി. എന്റെ കൽപ്പന പ്രകാരമാണ്, എന്റെ കണക്ക് പ്രകാരമാണ് അവന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തെ അവൻ മാറ്റിവെച്ചത്. നോമ്പിന്റെ പകലിൽ അവന്റെ വീട്ടിൽ അവൻ അനുവദിക്കപ്പെട്ട അവന്റെ ഭാര്യ അവന്റെ അടുത്തുണ്ടായിരുന്നു, അവളുടെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നു. ശരീരത്തിന്റെ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ലൈംഗികമായ ആവശ്യങ്ങളിൽ നിന്ന് റമദാനിന്റെ പകലിൽ അവർ മാറി നിന്നത് എന്നെ ഭയന്നിട്ടാണ്, എന്റെ കാര്യമാണെന്ന് ഓർത്തിട്ടാണ്. അല്ലാഹ് പറയാണ്, അവന്റെ ശഹ്വത്തിനെ മാറ്റിവെച്ചത് എനിക്ക് വേണ്ടിയാണ്. അവന്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല അവൻ പട്ടിണി കിടന്നത്. അവൻ ഇഷ്ടം പോലെ ഭക്ഷണം വീട്ടിലുണ്ട്, അവൻ ഇഷ്ടം പോലെ കുടിക്കാൻ വെള്ളവും പാനീയവും വീട്ടിലുണ്ട്. എന്നാൽ അവന്റെ ഭക്ഷണത്തെയും അവന്റെ പാനീയത്തെയും അവന്റെ ലൈംഗികമായ താല്പര്യത്തെയും ഒക്കെ അവൻ മാറ്റിവെച്ചത് റമദാനിന്റെ പകലിൽ ഒരു നോമ്പുകാരനായിരിക്കെ അവൻ മാറ്റിവെച്ചത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നോമ്പിന്റെ കൂലി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിശ്ചയിക്കാൻ കഴിയില്ല. നമുക്കറിയാം, നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിന്റെ കൂലി നമുക്കൊക്കെ അറിയാം. ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരേ കൂലിയാണോ? അല്ല പ്രിയപ്പെട്ടവരെ. ഓരോ മനുഷ്യന്റെ നിയ്യത്തനുസരിച്ച്, തഖ്വ അനുസരിച്ച്, നിർവഹിക്കുന്ന കർമ്മത്തിന്റെ പൂർണ്ണതയനുസരിച്ച് ഓരോ വ്യക്തിയിലും പ്രതിഫലത്തിൽ അന്തരങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ 5 ടൈപ്പ് നിസ്കാരങ്ങളാണ് വിശദീകരിക്കുന്നത്.
അതിലേറ്റവും ഉന്നതമായ നമസ്കാരമായി പഠിപ്പിക്കുന്നത് അൽ മുഖറബ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് ഹൃദയത്തെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഇത് തന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരാണ് എന്ന് ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും ആ മനുഷ്യൻ ചിന്തിക്കുന്ന. സലാം വിട്ടിയ മരണം ഉറപ്പാണ്. ഇനി എന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്താൻ, ഇനി എന്റെ റബ്ബിനോടൊന്ന് സംസാരിക്കാൻ എന്റെ ജീവിതത്തിൽ ഇനി അവസരമില്ല. ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ വിട പറയുന്നവനെ പോലെ നമസ്കരിക്കുക, നീ വിട പറയുന്നവനെ പോലെ നമസ്കരിക്കുക. അവസാനത്തെ നിസ്കാരാണെങ്കിൽ അള്ളാഹിനോട് എന്തൊക്കെ പറയണ്ടാവും. ആ രൂപത്തിൽ ഓരോ ഇബാദത്തും ഒരു നോമ്പനുഷ്ഠിക്കുമ്പോൾ ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പാണ്. റമദാൻ ഫുള്ള് കിട്ടുന്നല്ല ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്നാലോചിച്ച് നോക്കൂ, ഈ റമദാൻ വരുന്നതിന് മുമ്പ് ഷഅബാനിൽ പോലും നമ്മളുടെ കൂടെ ജീവിച്ച പല ആളുകളും ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല എന്നതൊരു വാസ്തവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇവിടെ ഈ പള്ളിയിൽ കൂടിയിരിക്കുന്നു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമെന്ന്, സലാം പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമെന്ന് എന്തുറപ്പാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ ആ പച്ചക്കറി കേടുവരാതെ എത്ര ദിവസം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തരാൻ, ഗ്യാരണ്ടി പറയാൻ ആ കടക്കാരന് പറ്റിയേക്കും. എന്നാൽ അത് വാങ്ങിക്കൊണ്ടുപോകുന്ന എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിന് ഗ്യാരണ്ടി തരാൻ ഒരാൾക്കും സാധ്യമല്ല. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമ്മൾ യാത്ര പറഞ്ഞു പോവേണ്ടി വരും. നമ്മുടെ കൂട്ടുകാർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, നാട്ടുകാർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, മാതാപിതാക്കളും ഇണകളും കുടുംബങ്ങളും പണ്ഡിതന്മാരും കൂട്ടുകാരും പലരും യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളും ഊഴം കാത്തു നിൽക്കുന്നവരാണ്. എപ്പ മടങ്ങേണ്ടി വന്നാലും സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, മനസ്സംതൃപ്തിയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങണമെങ്കിൽ എന്തു വേണം? തഖ്വയാർജിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. തഖ്വയാർജിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അരുതുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിന്റെ ഭാഗമാക്കി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടിയാണ് നോമ്പ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ റബ്ബാനിയുകളാവുക, റബ്ബിന്റെ ആളുകളാവുക. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വല തകൂനു റമളാനിയൂൻ, നിങ്ങൾ റമളാന്റെ മാത്രം ആളുകളായി മാറരുത്. റമളാനിൽ മാത്രം ഒരു വിശുദ്ധി, റമളാനിൽ മാത്രം ഒരു തഖ്വ, അങ്ങനെ ഒരു വിശുദ്ധിയും തഖ്വയും അല്ല ദീൻ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് റമളാൻ? റമളാൻ ഒരു ട്രെയിനിങ് പീരിയഡാണ്. സഹാബ കിറാം റമളാൻ വരുന്നതിന് 6 മാസം മുമ്പ് മുതൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ ഞങ്ങളിലേക്ക് നീ സമാഗതമാക്കി തരണമേ. ആ റമളാനിന്റെ ട്രെയിനിങ് പീരിയഡിൽ കൂടുതൽ വിശുദ്ധി ആർജിച്ചുകൊണ്ട് അടുത്ത റമളാൻ വരെയുള്ള ഊർജം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ റമളാൻ വിട്ടകന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് റമളാനിൽ അനുഷ്ഠിച്ച കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണ്. ഞാൻ നോമ്പെടുത്തിട്ടുണ്ടല്ലോ, ഞാൻ സ്വതക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഞാൻ സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ എങ്ങാനും അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ അമലുകൾ എങ്ങാനും അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ആദ്യത്തെ 10 നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയ സമയങ്ങൾ ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇനിയുള്ള ബാക്കി സമയത്തെ ഏത് രൂപത്തിൽ ചെലവഴിക്കണമെന്ന് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലിസ്വാഇമി ഫർഹത്താൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഏതാണ് ആ 2 സന്തോഷം? ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. എന്താണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം? അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഇതാ ഒരു നോമ്പ് ഞാൻ പൂർത്തിയാക്കിയല്ലോ, ഈ നോമ്പിന്റെ പേരിൽ പരലോകത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കുമല്ലോ. ആ ഒരു സന്തോഷമാണ്, മനസ്സ് നിറയലാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്കുണ്ടാകുന്ന സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്താ? ഒരു നോമ്പുകാരനായിക്കൊണ്ട് നാളെ അല്ലാഹനെ കാണാം. എവിടെ നോമ്പുകാരെവിടെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നോമ്പുകാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് നാളെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന് എന്തിഷ്ടമാണ് നോമ്പുകാരെ? ഖുലൂഫു ഫമിസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്.
നോമ്പുകാരന്റെ വായയുടെ ഗന്ധം പോലും അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ അല്ലെങ്കിൽ കസ്തൂരിയുടെ സമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നോമ്പ് എന്ന് പറയുന്ന ഒരു ഇബാദത്തും ആ നോമ്പെടുക്കുന്ന നോമ്പുകാരനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്രമാത്രം പുണ്യം നിറഞ്ഞ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇല റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജുതനിബത്തുൽ കബായിർ. 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അതിനിടയിൽ സംഭവിച്ചു പോകുന്ന എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. വൻ കുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, വമ്പിച്ച തെറ്റുകളുണ്ട്, വമ്പിച്ച പാപങ്ങളുണ്ട്, ആ വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ കുറ്റങ്ങളും തെറ്റുകളും പ്രത്യേകമായ തൗബയില്ലാതെ തന്നെ ഈ ഇബാദത്തുകളുടെ പുണ്യം കൊണ്ട് അല്ലാഹു പുറത്തു തരും. ഏതാണ് ഇബാദത്ത്? അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ. അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ പാപ പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പുണ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ 1-ാമത്തെ രാത്രി സമാഗതമായി കഴിഞ്ഞാൽ, സുഫിദത്തി ശയാത്തീൻ വ മറദത്തിൽ ജിന്ന്, ജിന്നവർഗത്തിൽപ്പെട്ട സകലമാന പിശാചുക്കളെയും അല്ലാഹു ബന്ധനസ്ഥരാക്കുന്നു, അവരെ ചങ്ങലകളിൽ ബന്ധിക്കുകയാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെടുന്നു. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ നിന്നൊരു വാതിൽ പോലും പിന്നീട് തുറക്കപ്പെടുന്നതല്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും മലർക്ക് തുറക്കുകയാണ്. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ നിന്നൊരു വാതിൽ പോലും അടക്കപ്പെടുന്നതുമല്ല. റമളാനിന്റെ 1-ാമത്തെ രാത്രി സമാഗതമായി കഴിഞ്ഞാൽ, 1-ാമത്തെ രാത്രി മുതൽ എല്ലാ പിശാചുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുകയാണ്. നമ്മളെ തെറ്റുകൾക്ക് പ്രേരിപ്പിച്ചിരുന്ന, കുറ്റങ്ങൾക്ക് പ്രേരിപ്പിച്ചിരുന്ന, നന്മകളിൽ നിന്ന് നമ്മളെ തടുത്തു നിർത്തുവാൻ വേണ്ടി നമുക്ക് പ്രേരണകൾ നൽകിയിരുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട സകലമാന പിശാചുക്കളെയും ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ ആളുകളെയും അല്ലാഹു ബന്ധിക്കുന്നു. മാത്രമല്ല, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടക്കുന്നു, അതിലൊരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. സ്വർഗീയ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുന്നു, അതിലൊരു വാതിൽ പോലും അടക്കപ്പെടുന്നതുമല്ല എന്നാണ് പറയുന്നത്. എന്റെ റസൂൽ പറയാണ്, വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയാഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങൾ മുന്നോട്ട് വരൂ. വയാ ബാഗിയ ശരി അഖ്സിർ, തിന്മയാഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ തിന്മ നിങ്ങളൊന്ന് കുറക്കടോ, ആ തിന്മ നിങ്ങളൊന്ന് അവസാനിപ്പിക്കടോ. ഇത് റമളാൻ മാസമല്ലേ, നന്മയിലേക്ക് മുന്നോട്ട് വാ, തിന്മകളിൽ നിങ്ങൾ മാറിപ്പോയെന്ന് പറയുമെന്നാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക അലാ കുല്ലി ലൈല, എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ രാത്രിയിലുമുണ്ട്. ഈ റമളാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, പൊന്നു മനുഷ്യരെ, നിങ്ങളൊന്ന് അവസാനിപ്പിക്കൂ നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ കുറ്റങ്ങൾ. ഈ റമളാൻ മാസമാണെന്ന് ഓർത്തുകൊണ്ട് നന്മയിലേക്ക് മുന്നോട്ട് വരൂ എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലെ ദിനരാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിശാചുക്കൾ ബന്ധനസ്ഥരാണ്. നമ്മെ തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചുക്കൾ ബന്ധനസ്ഥരായിട്ടും ഇപ്പോഴും തെറ്റുകൾക്ക് പ്രേരണ നമുക്ക് തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ?
ഇപ്പോഴും പല കൊള്ളരുതായ്മകൾക്ക് വേണ്ടി മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന നന്മകളിൽ നിന്ന് പിൻവലിയാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ പിശാചിനേക്കാളും വലിയൊരു ശത്രു കൂടെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നിശ്ചയമായും നിങ്ങളുടെ നഫ്സ് നിങ്ങളോട് തെറ്റു ചെയ്യാൻ പ്രേരണ നൽകുന്നത് തന്നെയാണ്. ഏറ്റവും വലിയൊരു ശത്രു നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഇച്ഛയാണ്, നമ്മുടെ സുഖഭോഗങ്ങളാണ്, നമ്മുടെ ഷഹ്വത്തുകളാണ്. ആ ഷഹ്വത്തിന്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടത്തിൽ നമ്മൾ പെടും. റസൂലുള്ളാഹി പറഞ്ഞു, നരകം, ആ നരകത്ത് പോകാൻ എളുപ്പമാണ്. കാരണം നരകം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്, ഷഹ്വത്ത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആ സുഖം വേണം, ഈ സുഖം വേണം, ആ താല്പര്യം, ഈ താല്പര്യം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കുന്നത് ചെയ്താൽ മതി, വളരെ സുന്ദരമായി നിങ്ങൾ നരകത്ത് പോകും. എന്നാൽ സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതോ നിങ്ങൾക്ക് വെറുപ്പുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒരൽപ്പം പ്രയാസം സഹിക്കേണ്ടി വരും. വെറുതെ സ്വർഗം കിട്ടുന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മഹാന്മാരായ സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന് പൊള്ളിക്കപ്പെട്ട, തീ കൊണ്ട് ആക്രമിക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗങ്ങൾ, തങ്ങളുടെ കുപ്പായങ്ങൾ പൊക്കിയിട്ട് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് മുൻഗാമികളെ പോലെ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരെ വരെ അറുകൊല ചെയ്ത സമൂഹം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പീഡനങ്ങൾ സഹിച്ച സത്യവിശ്വാസികളുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരെങ്ങനെ വാർന്നെടുത്തിട്ട്, അവരുടെ മാംസം മുഴുവനും വാർന്നെടുത്തിട്ട് അസ്ഥിഭഞ്ജരങ്ങളാക്കി അവരെ മാറ്റിയിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോയിട്ടില്ല. അവർ ക്ഷമിച്ചിരുന്നു. അതുകൊണ്ട് വെറുതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല, വെറുതെ സ്വർഗം കിട്ടുമെന്ന് കരുതേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നന്നായി സബർ കാണിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നന്നായി ക്ഷമിക്കുന്നത്? നോമ്പിൽ ആ പരിശുദ്ധമായ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം വേണമെന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, ആ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാൻ ക്ഷമ വേണം. ആ ക്ഷമ അല്ലാഹു പരീക്ഷിക്കും. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിക്കണമെങ്കിൽ അവിടെ ക്ഷമ ആവശ്യമുണ്ട്. ആ ക്ഷമയെ അല്ലാഹു പരീക്ഷിക്കും. മാത്രമല്ല, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നത് എന്നല്ല പരീക്ഷിക്കാതെ, എന്നല്ല പരിശോധിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം, അത് ഖുർആനിന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ശത്രുവുണ്ട്. നമ്മുടെ ശഹ്വത്താണ്, ആഗ്രഹങ്ങളാണ്. ആ ഇച്ഛകളോട് അടങ്ങിയിരിക്കാൻ, ആ ആഗ്രഹങ്ങളോട് അടങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കണം, അങ്ങനെ പറയാനും ആ രൂപത്തിൽ പ്രവർത്തിക്കാനും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞല്ലോ, അവനവന്റെ ഇച്ഛകളെ മാറ്റിവെച്ചത് എനിക്ക് വേണ്ടിയാണ്. നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞല്ലോ, അവനവന്റെ ഇച്ഛയെ മാറ്റിവെച്ചത് എനിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് ഞാനാണ് അവന്റെ പ്രതിഫലം കൊടുക്കുക, എത്ര വേണമെങ്കിലും കൊടുക്കും. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, പിശാചുക്കൾ ചെങ്ങലയിലാണെങ്കിലും, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളെ അല്ലാഹു ബന്ധിച്ചിട്ടുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിന്റെ ഈ രൂപത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ തെറ്റുകൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, നന്മകളിൽ നിന്ന് തടഞ്ഞുകൊണ്ടേയിരിക്കും. നീ വിശ്രമിച്ചോ, നിസ്കാരത്തിന്റെ സമയത്ത് നീ പോവേണ്ടതില്ല, നിനക്ക് ക്ഷീണമല്ലേ, നീ ഇവിടെ കിടന്നു എന്ന് മനസ്സ് പറയും ചിലപ്പോ. പ്രിയപ്പെട്ടവരെ, ആ മനസ്സിന്റെ വർത്തമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ക്ഷീണിച്ചാലും തളർന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് രാത്രി നമസ്കരിച്ചിരുന്ന ധാരാളം ഘട്ടങ്ങളുണ്ട്.
ഒറ്റക്ക് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുമ്പോ അവിടുന്ന് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കും. ഖിയാം അങ്ങനെ കൂടും, സൂറത്തുൽ ബഖറ അങ്ങനെ പാരായണം ചെയ്ത് അതങ്ങ് തീരും. റസൂലുള്ളാഹി അറിയാതെ റസൂലുള്ളാഹിന്റെ പിറകിൽ വന്ന് നിന്ന് കൂടിയ ചില സ്വഹാബത്ത് അവര് ക്ഷമിച്ചിങ്ങനെ നിന്നു. ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം റസൂലുള്ളാഹി. അൽ ബഖറ തീർന്നു, ആലിമ്രാനിലേക്ക് കടന്നു. അപ്പൊ അവര് ചിന്തിച്ചു, ആലിമ്രാനിൽ എത്തുമ്പോഴേലും നിൽക്കുമെന്ന്, റുക്കോയിലേക്ക് പോകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, ആലിമ്രാനും കഴിഞ്ഞു. അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിൽക്കാൻ കഴിയാതെ നമസ്കാരം നിർത്തിപ്പോയ സ്വഹാബത്തുണ്ട് ചരിത്രത്തിൽ. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം നിന്ന് ദീർഘമായി നമസ്കരിച്ച് കാലുകൾ പൊട്ടി നീര് പുറത്തു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, താങ്കൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കെ എന്തിനാണ് നബിയെ ഇത്രമാത്രം താങ്കൾ സഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നന്ദിയുള്ളൊരു ദാസനാവണ്ടേ ആയിഷ, എന്റെ റബ്ബിന് ഇഷ്ടമുള്ള നന്ദി കാണിക്കുന്ന ഒരു ദാസനാവണ്ടേ ആയിഷ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ 2-3 തരത്തിലാണ് ഒരു സത്യവിശ്വാസി. ഒന്ന്, അള്ളാഹുവിന്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, സ്വർഗത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് ആ രൂപത്തിൽ സൽപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ. നരകത്തെ പേടിച്ചുകൊണ്ട്, അള്ളാന്റെ ശിക്ഷ കിട്ടുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ. ഞാൻ സംസാരിക്കുന്ന എന്റെ നാവ്, കാണുന്ന കണ്ണ്, കേൾക്കുന്ന എന്റെ കാത്, നടക്കുന്ന കാലം, പിടിക്കുന്ന കയ്യുമെന്ന് വേണ്ട എന്റെ ശരീരത്തിന്റെ സകലമായ അനുഗ്രഹങ്ങൾ, എനിക്കല്ല നൽകിയ ഹിദായത്ത് എന്ന അതിലും വലിയ അനുഗ്രഹം. ഓരോ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള തൃപ്തിയാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ എന്റെ റബ്ബല്ലേ എന്ന് ഹൃദയം കൊണ്ട് തോന്നിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും നല്ല സൽപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ. ഇത് മൂന്നും അനുവദിക്കപ്പെട്ടതാണ്. സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുക. ഏറ്റവും ഉന്നതമായ ദറജ, നേരത്തെ ഞാൻ നമസ്കാരത്തിൽ പറഞ്ഞ പോലെ അൽ മുഖറബ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ, സ്വർഗത്തെയും നരകത്തെയും ഒക്കെ അപ്പുറത്ത് അള്ളാഹു അല്ലേ, എന്റെ റബ്ബല്ലേ എന്ന അങ്ങേയറ്റത്തെ സ്നേഹത്താൽ, ആത്മാർത്ഥതയാൽ ഒരു മനുഷ്യന് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായ ദറജ. അതുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, സഹാബത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അവരൊന്നും അറിഞ്ഞില്ല. ലോകത്ത്, പുറം ലോകത്ത് നടക്കുന്ന ഒന്നും അവരറിയാതെ പോയത് അള്ളാഹുവിലേക്ക് ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് അവരെ ഇബാദത്ത് ചെയ്തതുകൊണ്ടാ. നമ്മൾ നിസ്കരിക്കുമ്പോ അതും ഇതുമൊക്കെ കേൾക്കുകയും അതുപോലെ അറിയുകയും മറന്നത് ഓർമ്മ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അത്ര മാത്രമേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇബാദത്തുകൾ ഇനിയും പൂർണ്ണമാവാനുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നോമ്പിനെ നിർബന്ധമാക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. എന്തിനാണ് നോമ്പ് എന്നുള്ളത്? എന്തിനാണ് നോമ്പ്? ഒന്നാമതായി തഖ്വ ആർജിക്കാനാണെന്ന് പറഞ്ഞെങ്കിൽ, രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തിനാണത്? വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു നിശ്ചയിച്ച ഒരു എണ്ണമുണ്ട്. ആ എണ്ണത്തെ നിങ്ങൾ പൂർത്തിയാക്കി നോമ്പനുഷ്ഠിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്താ? അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമുണ്ട്. ഏതാണ് ആ അനുഗ്രഹം? അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. അത് എഴുതിയാൽ തീരില്ല, പറഞ്ഞാൽ അവസാനിക്കില്ല. അത്രമാത്രം വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ സമാധാനമായി സ്വച്ഛമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ശ്വാസം വിടാൻ കഴിയാതെ ഓക്സിജൻ സിലിണ്ടറുമായി കൊണ്ട് മൂക്കിൽ പൈപ്പുമിട്ടിട്ട് പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രോഗികൾ നമ്മൾ കാണുന്നുണ്ട്. സുഖമായിട്ട് മൂത്രമൊഴിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? അതിന് സാധിക്കാത്ത ആളുകൾ, വിസർജനത്തിന് സാധിക്കാതെ പൈപ്പിട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനായാസമായി ഇറക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? ആ ദഹനേന്ദ്രിയ വ്യവസ്ഥ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഫാക്ടറിയുടെക്കാൾ വലിയ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇത് ശരീരത്തിനകത്ത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം. ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹം അല്ലാഹു ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളും വലിയ
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുന്ന അനുഗ്രഹീത. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണപ്പോ തന്നെ ഉപ്പയില്ലാത്ത ഒരു മകനായിക്കൊണ്ടാണ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഉമ്മ മരിച്ചു, അതുപോലെ തന്നെ വല്യപ്പ മരിച്ചു. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിട്ട്, വാപ്പയായിട്ട് പോലും അബ്ദുല്ലാക്ക് സ്വർഗം കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ചതിന്റെ പേരിൽ ആമീന ബീവിക്ക് സ്വർഗം കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹിന്റെ വല്യുപ്പയായിട്ട് പോലും അബ്ദുൽ മുത്തലിബിന് സ്വർഗം കിട്ടിയിട്ടില്ല. ആ റസൂലുള്ളാഹിനെ ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവൻ ശത്രുക്കളുടെ വാളിന് കൊടുക്കാതെ, ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്ക് കൊടുക്കാതെ സംരക്ഷണ കവചം തീർത്ത ഒരു മൂത്താപ്പയുണ്ട് ചരിത്രത്തിൽ. ആ മൂത്താപ്പാന്റെ പേരാണ് അബൂ താലിബ്. ആ അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് ചെന്നിരുന്നു കൊണ്ട് സ്നേഹത്തോടുകൂടി കരഞ്ഞുകൊണ്ട് മുത്താപ്പാനോട് പറയുന്ന ഒരു രംഗമുണ്ട്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരൊറ്റ കലിമ ചൊല്ലിയാ മതി, ബാക്കി ഞാൻ അള്ളാഹുവിനോട് സംസാരിച്ചോളാം, ഞാൻ അള്ളാഹുവിനോട് തേടിക്കോളാം എന്ന് റസൂലുള്ളാഹി അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോ അബൂ താലിബിന്റെ മറുഭാഗത്തുള്ളത് അബൂജഹലും ഉതുബത്തും ഷൈബത്തും അടങ്ങുന്ന ഖുറൈശി പ്രമാണിമാര്. ആ ഖുറൈശി പ്രമാണിമാര് അബൂ താലിബിനോട് പറഞ്ഞു, അബൂ താലിബ്, നീ ഇത്രയും കാലം പ്രതാപിയായി ജീവിച്ച മനുഷ്യനാണ്, ഞങ്ങളുടെ നേതാവായി ജീവിച്ച മനുഷ്യനാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, മുഹമ്മദിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഭീരുവായി മരിച്ചു എന്ന് സമൂഹം നിന്നെ പറ്റി പറയും, നീ എന്തു പറയുന്നു? അവസാനമായി അബൂ താലിബ് എന്താ പറഞ്ഞെന്നറിയോ? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ താലിബ് മരിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചിട്ടും റസൂലുള്ളാഹി പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ അബൂ താലിബിന് സ്വർഗത്ത് പോവാൻ പറ്റിയിട്ടില്ല. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും അല്ലാഹ് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് ഹിദായത്ത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നതല്ല ഹിദായത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നതല്ല ഹിദായത്ത്. പെറ്റ ഉമ്മാക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുവാൻ പോലും തടയപ്പെട്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അനുമതി നൽകിയ അല്ലാഹ് മഗ്ഫിറത്തിനെ ചോദിക്കാൻ പാടില്ല, പാപമോചനം തേടാൻ പാടില്ല, അത് സത്യവിശ്വാസികളുടെ വിഷയത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന് കൃത്യമായി അല്ലാഹ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കാർക്കും കൊടുക്കാത്തൊരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും തന്നത് ഹിദായത്താണ്, സന്മാർഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അനുസരിച്ചുകൊണ്ട്, ഈ ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഹിദായത്തുണ്ടല്ലോ, ആ സന്മാർഗത്തിന്റെ പേരിൽ നിങ്ങൾ അവനെ വാഴ്ത്തുന്നതിന് വേണ്ടി, വലഅല്ലകും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ നന്ദി കാണിക്കാനാണ്. നോമ്പെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്താനല്ല, പട്ടിണി കടത്താൻ വേണ്ടിയിട്ടല്ല. അല്ലാഹ് പറയാൻ, അല്ലാഹ് നിശ്ചയിച്ച ഒരു എണ്ണം നിങ്ങൾ പൂർത്തിയാക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കാനും ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന ആ ഒരു തഖ്വയും ആ ഒരു ബോധവും ആ ഒരു നന്ദിയും ആ റമളാൻ മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പിന്നിട്ട ദിനരാത്രങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയുടെ ഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അത്താഴത്തിന്റെ സമയത്തൊക്കെ എണീക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴാണ് അത്താഴത്തിന് വേണ്ടി എണീറ്റത് നമുക്കറിയാം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, തസഹർനാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അത്താഴത്തിന് വേണ്ടി എണീറ്റു. സുമ്മ ഖാമ ഇല സ്വലാ, പിന്നീട് ഞങ്ങൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി നിന്നു. അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി നിന്നു. ഫഖീല ലഹു കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അത്താഴത്തിനും സുബഹി ബാങ്കിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഖദറു 50 ആയ, 50 ആയത്ത് ഓതാനെടുക്കുന്ന സമയം മാത്രമാണ് അത്താഴത്തിനും
സുബഹ് ബാങ്കിനും ഇടക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് എണീക്കേണ്ട അഫ്ളലായ സമയം എന്ന് പറയുന്നത് സുബഹിയോട് അടുത്ത സമയമാണ്. ആ സമയത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക്, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക്, ഏഴാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഇസ്തിഗ്ഫാറിനെ തേടുന്നവർ എന്നോട് തേടട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് പറയുന്ന വിശിഷ്ടമായ സമയം പരിശുദ്ധ ഖുർആനിലൂടെ പോലും അല്ലാഹ് പറഞ്ഞു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ് അവർ. ആ സമയം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവാറാണ്. മനുഷ്യന്മാർ ഏറ്റവും അധികം നഷ്ടത്തിൽപ്പെട്ടു പോകുന്ന, അശ്രദ്ധയിൽപ്പെട്ടു പോകുന്ന രണ്ട് സമയമുണ്ട്. ഒന്ന് ഈ അത്താഴത്തിന്റെ സമയ. ഒന്നുകിൽ അത്താഴം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സമയം കഴിയും, അല്ലെങ്കിൽ അത്താഴം കഴിച്ചുകൊണ്ട് അതിനുശേഷമുള്ള ഒരു കുറച്ച് സമയം ഉണ്ടാവും. അത്താഴം കഴിച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സമയം ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, മഗ്ഫിറത്തിനെ ചോദിക്കാൻ കഴിയുമെങ്കിൽ ആ സമയം നമുക്ക് നഷ്ടമല്ല. അത് നമ്മൾ കരുതി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കണമെന്നാണ്. അതുപോലെ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന, അശ്രദ്ധയിലായി പോകുന്ന മറ്റൊരു സമയമുണ്ട്. പലപ്പോഴും നോമ്പ് തുറക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഒരു സമയമുണ്ട്. ആ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കി, ബാങ്ക് വിളിക്കാൻ ഇനിയും അതാ 5 മിനിറ്റ് സമയം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് സൊറ പറഞ്ഞ് അറിയാതെ സംസാരങ്ങളിൽ പെട്ടുപോകുന്നൊരു സമയമുണ്ടല്ലോ. റസൂലുള്ളാഹി പറയാൻ ഏറ്റവും അധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയ നോമ്പ് തുറക്കുന്ന മനുഷ്യൻ നോമ്പ് തുറക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പൊ ഉത്തരം കിട്ടുന്ന. പ്രിയപ്പെട്ടവരെ, ആ സമയം ഈ കഴിഞ്ഞ നോമ്പൊക്കെ കടന്നു പോയപ്പോ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന ആ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതല്ല, അതും നമ്മുടെ നഷ്ടപ്പെട്ട സമയങ്ങളിൽ പെട്ടുപോയോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ഹസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. അള്ളാന്റെ ഹിസാബ് വരും. അതിനു മുമ്പ് സ്വന്തത്തെ നിങ്ങളൊന്ന് പരിശോധിക്കുക, ആത്മപരിശോധന നടത്തുക. വസിനു അൻഫുസകും ഖബല അൻ തൂസനു. അള്ളാഹ് നിങ്ങളുടെ അമലുകൾ മുഴുവനും തൂക്കും. മുഴുവനും തൂക്കി കണക്കാക്കാനുള്ള മീസാൻ അള്ളാഹ് കൊണ്ടുവരും. അതിനു മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കുക. എത്രമാത്രം ഉണ്ട്, രക്ഷപ്പെടുവോ? നമ്മൾ എത്രമാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് എന്ന് ആത്മപരിശോധന നടത്തുക. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലാണ് ഈ സമയത്തെ നാം വിനിയോഗിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അസ്സിയാമു ജുന്ന. നോമ്പെന്ന് പറഞ്ഞാൽ അത് പരിചയാണ്, പരിചയാവണം. നോമ്പെന്ന് പറഞ്ഞാൽ ആമാശയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ആമാശയത്തിന് നോമ്പുണ്ട്. നാവ്, ആ നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സംസാരം സംസാരിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, കളവ് പറയുന്നു, ഈ രൂപത്തിലാണ് ഒരു നോമ്പുകാരനെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. അതുപോലെ തന്നെ തോന്നിവാസങ്ങൾക്ക് ചെവി കൊടുക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ പല വിഷയങ്ങളും വരുമ്പോ അനാവശ്യമായ കമന്റുകൾ ഇടുന്നു. ഈ രൂപത്തിൽ നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടും, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞും ആമാശയം കൊണ്ട് മാത്രം നോമ്പെടുക്കുകയാണെങ്കിൽ ആ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായാൽ അനാവശ്യമായ ഒരു കാര്യവും അയാൾ ചെയ്യരുത്. ഒരിക്കലും തന്നെ അനാവശ്യമായ സംസാരങ്ങൾ അരുത്. ഇനി നിങ്ങളോടൊരാൾ ഇങ്ങോട്ട് അക്രമത്തിന് വന്നാൽ, നിങ്ങളോടൊരാൾ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ, അനാവശ്യം സംസാരിച്ചു കഴിഞ്ഞാൽ, അവൻ പറയട്ടെ, നിശ്ചയമായും ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള നീചമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നമ്മൾ ഒരുപാട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ഒരുപാട് രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി പറയുന്നു, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹറ. എത്രയെത്ര നോമ്പുകാരാണ്, അവര് നോമ്പെടുക്കുന്നുണ്ട്. ആ നോമ്പ് കൊണ്ടതാ അനുഭവിച്ച ദാഹമല്ലാതെ, വിശപ്പല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് പ്രതിഫലമില്ല. എത്രയോ നോമ്പുകാരുണ്ട്. നോമ്പെടുക്കാത്തവരെ പറ്റിയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, നോമ്പെടുക്കാത്തവരെ പറ്റിയില്ല. റസൂലുള്ളാഹി പറയാണ്, എത്രയോ നോമ്പുകാരാണ്, അവരുടെ നോമ്പ് കൊണ്ട് യാതൊരു കൂലിയും അവർക്കില്ല.
അതുപോലെ എത്ര രാത്രി നമസ്കാരക്കാരാണ്. രാത്രി അതാ അവരിങ്ങനെ നിന്ന് നമസ്കരിക്കുകയാണ്. അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് അവർക്ക് യാതൊരു കൂലിയുമില്ല. ഉറക്കം കളഞ്ഞു എന്നതല്ലാതെ, ക്ഷീണം അനുഭവിച്ചു എന്നതല്ലാതെ അള്ളാന്റെ കണക്ക് പുസ്തകത്തിൽ അവർക്ക് കൂലിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു നോമ്പ് വേണോ നമുക്ക്? അങ്ങനത്തെ ഒരു രാത്രി നമസ്കാരം വേണോ നമുക്ക്? ആമിലത്തുൻ നാസിബാത്ത സുലാനാറൻ ഹാമിയ എന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? പണിയെടുക്കാതെ നരകത്ത് പോയി എന്നല്ല, പണിയെടുത്ത് ക്ഷീണിച്ച മനുഷ്യന്മാര് നാളെ നരകത്ത് പോകും. ആ പണി അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലാവണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലാവണം. നിസ്കരിക്കണ സമയത്ത് ഞാൻ നല്ലൊരു നിസ്കാരക്കാരനാണെന്ന് ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിച്ചുള്ള നിസ്കാരം പാടില്ല. അതിന്റെ കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ ഇഖ്ലാസോടുകൂടി അതിന്റെ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ. സദഖ ചെയ്യുമ്പോ ഞാൻ നല്ലൊരു ധർമ്മിഷ്ഠനാണെന്ന് ആൾക്കാർ കാണട്ടെ എന്ന ചിന്ത, ആ റിയാ എങ്ങാനും നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്, സാന്ദർഭികമായ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഏതൊരു അമലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആദർശം, നമ്മുടെ വിശ്വാസം അത് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ആർക്കാ? വിശ്വാസികൾക്കാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലിതകൂനന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. താങ്കളുടെ അമലൊക്കെ അല്ലാഹു പൊളിച്ചു കളയും. പ്രവാചകനോട് പോലും പ്രത്യക്ഷമായ ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ഒരുപാട് അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോടുള്ള കരാർ തെറ്റിച്ചാൽ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ് അല്ലാഹുവിനോടുള്ള കരാർ. നിസ്കാരത്തിൽ ഇത് നമ്മൾ ഓതുമ്പോഴേ അല്ലാഹ് തിരിച്ച് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, കേൾക്കുന്ന പോലെ നിൽക്കണം. ഇതാകുന്നു ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ. ഈ കരാർ പാലിക്കുന്ന കാലത്തോളം ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം തരും. ചോദിച്ചോ എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നേരായ വഴിയിലേക്ക് എന്നെ ആക്കണേ. വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ചോദിച്ചു ഞാൻ കൊടുക്കും. അല്ലാഹ് പറയും. അള്ളാഹിനോടുള്ള സംസാരമാണ്. പ്രിയപ്പെട്ടവരെ, ആ കരാർ ലംഘിച്ചുകൊണ്ട് നബിമാരോടോ അതല്ലെങ്കിൽ വലിയുകളോടോ ബദരീങ്ങളോടോ വഹീദീങ്ങളോടോ ഏതെങ്കിലും സൃഷ്ടിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളോ സഹായാർത്ഥനകളോ മാറിക്കഴിഞ്ഞാൽ ചെയ്ത എല്ലാ അമലുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കാനാണ് റമദാൻ. പാപം പൊറുക്കപ്പെടുന്നത് എന്നാണ് റമദാൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. പാപത്തെ കരിച്ചു കളയുന്നത് എന്നാണ്. അങ്ങനെ കരിക്കപ്പെടുന്ന, പാപം പുറത്തു കിട്ടുന്ന റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം, ഫിൽ ജന്നത്തി തമാനിയത്തു അബ്വാബിൻ മിൻഹാ ബാബുൻ യുസമ്മർ റയ്യാൻ. റസൂലുള്ളാഹി പറഞ്ഞു, 8 കവാടങ്ങളാ സ്വർഗ്ഗത്തിനുള്ളത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിച്ച ആൾക്കാരെ ബാബു സ്വലാ എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ കവാടത്തിൽ നിന്ന് ഇങ്ങനെ വിളിക്കും. സദഖയുടെ കാര്യത്തിൽ അതീവമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആളുകളുണ്ടെങ്കിൽ ബാബു സദഖ എന്ന് പറയുന്ന സദഖയുടെ കവാടത്തിൽ നിന്ന് ഇങ്ങനെ വിളിക്കും. അതുപോലെ നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച ആളുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക കവാടമുണ്ട്, ബാബു റയ്യാൻ. ലാ യദ്ഖുലുഹു ഇല്ല സായിമൂൻ, നോമ്പുകാരല്ലാതെ ഒരാളും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രതിഫലത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാവണം. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ. ഒരാളും തന്നെ, ഒരു അടിമയും തന്നെ ഒരു ദിവസം പോലും നോമ്പെടുക്കുന്നില്ല. ആ ഒറ്റ ദിവസത്തെ നോമ്പിന്റെ കൂലി കൊണ്ട്, ആ ഒറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമായി കൊണ്ട് 70 വർഷത്തെ വഴിദൂരം അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിന്റെ തീയിൽ നിന്ന് അകറ്റിയിട്ടല്ലാതെ, ഒറ്റ ദിവസം നോമ്പെടുത്താൽ, ഒറ്റ ദിവസത്തെ നോമ്പിന്റെ കൂലിയായിട്ട് റസൂലുള്ളാഹി പറയാൻ, 70 വർഷത്തെ വഴിദൂരം നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമെങ്കിൽ ഈ കൂലിയൊക്കെ പഠിപ്പിച്ചത് എന്തിനാ പ്രിയപ്പെട്ടവരെന്നറിയോ? ഉള്ളിക്ക് തന്നെ കയറാനാ, ഹൃദയത്തിക്ക് തന്നെ കയറുമുണ്ടല്ലോ. ഇതിങ്ങനെ മുന്നിൽ കണ്ടിട്ടായിരിക്കും നമ്മളെ നോമ്പ്. ഈ കൂലിയെ മുന്നിൽ കണ്ടുകൊണ്ട്, ഈ പ്രതിഫലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കും. റസൂലുള്ളാഹി എത്രത്തോളം പറഞ്ഞു അറിയോ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട, യുദ്ധത്തിൽ ഷഹീദായ ഒരു മനുഷ്യനേക്കാൾ കൂലി കിട്ടിയ വേറൊരു മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞപ്പോ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. യുദ്ധരംഗത്ത് ഷഹീദാവുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിൽ പോകുന്ന ആളല്ലേ? അയാളെക്കാളും കൂലി കിട്ടുന്ന,
അയാളെക്കാളും ഉന്നതമായ ദറജ കിട്ടുന്ന വേറൊരാളോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ? ആ മനുഷ്യൻ, ഈ ഷഹീദായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നെയും ഒരുപാട് കൊല്ലം ജീവിച്ചു. ഓരോ കൊല്ലവും റമളാനും വന്നു. ആ റമളാൻ മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായി എന്നുള്ളതാണ്. ആ റമളാൻ മുഴുവനും അദ്ദേഹത്തിന് അനുകൂലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാൻ അനുകൂലമാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആ റമളാൻ എങ്ങാനും പ്രതികൂലമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. ആ വിഷയം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ കയറി 3 പ്രാവശ്യം ആമീൻ ചൊല്ലിയ വിഷയമുണ്ട്. സഹാബത്ത് അത്ഭുതപ്പെട്ടു, എന്തിനാണ് നബിയെ ആമീൻ ചൊല്ലിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമീൻ ചൊല്ലിയ ഒരു വിഷയമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പ്രാർത്ഥിച്ചു, റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റമളാൻ മാസം വന്ന് കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ആ റമളാൻ വിട്ടു പോകുന്നതെങ്കിൽ, റമളാൻ മാസം വന്നപ്പോ ആയുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു അനുവദിച്ച ഒരു മനുഷ്യൻ റമളാൻ വിട്ടുപോയി, അയാളുടെ പാപങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടെങ്കിൽ നശിച്ചു പോകട്ടെ ആ മനുഷ്യൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ആമീൻ ചൊല്ലിയാലും. റസൂലുള്ളാഹി ആമീൻ ചൊല്ലിയ വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. കിട്ടുന്ന ഓരോ സമയവും അമൂല്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ആവാഹിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രതിഫലങ്ങൾ കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ നോമ്പിനെ ആ രൂപത്തിൽ കാണാനും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുവാനും സകാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുവാനും സദഖയുടെ കാര്യം ശ്രദ്ധിക്കുവാനും അമലു സ്വാലിഹാത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അങ്ങനെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് 80 ചില്ലാനം വർഷം അമലു സ്വാലിഹാത്ത് ചെയ്ത് ജീവിച്ച കൂലി ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന അമൂല്യമായ അവസരമായ ആ ലൈലത്തുൽ ഖദ്റിനെ പോലും പാഴാക്കാതെ വളരെ കൃത്യമായി മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര കൊല്ലമായി ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസിയായിട്ട്, ഞാനും നിങ്ങളുമൊക്കെ മുഅ്മിനായി ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഒരു മനുഷ്യനുണ്ട് ചരിത്രത്തിൽ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. 6-7 കൊല്ലം മാത്രമാണ് അദ്ദേഹം ഇസ്ലാമിന്റെ ഭൂമികയിൽ ജീവിച്ചത്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 37-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ട് പോയ, ഷഹീദായി കടന്നുപോയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ഫളീലത്തുകൾ. റസൂലുള്ളാഹി പറയാണ്, സഅദിന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയി. സഅദിന്റെ മരണത്താൽ അല്ലാഹുവിന്റെ അർശ് കിടങ്ങിപ്പോയി. അത്രമാത്രം ഈ 6-7 കൊല്ലം കൊണ്ട് ആ മനുഷ്യൻ നേടിയ വിശ്വാസം എന്താ, പ്രവർത്തനങ്ങൾ എന്താ? പ്രിയപ്പെട്ടവരെ, 60-70 വയസ്സ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയിട്ട് നമ്മുടെ മരണം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നമ്മുടെ മരണത്തെ, നമ്മുടെ ജീവിതത്തെ അള്ളാഹ് സ്വീകരിക്കുമോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമളാനിനെ പറഞ്ഞയക്കണം. അവസാനം കൊണ്ടാണല്ലോ നോക്കുക, ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, തവഫനി മുസ്ലിമാ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, ഒരുപാട് അനുഗ്രഹം നീ എനിക്ക് തന്നു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോലും തന്നു, ഭരണാധികാരം തന്നു, എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബ്ബേ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിമായി കൊണ്ടെന്നെ മരിപ്പിക്കണേ അല്ലാ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാ. നമുക്കും അതാണ് ചോദിക്കാനുള്ളത്. എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിലുള്ള പര്യവസാനം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിനും ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാവണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, രാവിലെ മുസ്ലിമായി കണ്ടവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്നൊരു കാലം വരാനുണ്ട്. ഹൃദയങ്ങൾ അള്ളങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുകയും അർഹമായ പരിപൂർണമായ പ്രതിഫലം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫള് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ.
ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ട്. അല്ലാഹുവേ, സമീപസ്ഥമായ സഹായവും വിജയവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങൾ നീ മാറ്റണം റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ സന്തത്തിലുമെല്ലാം വളർച്ചയും കൺകുളിർമയും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ മഹല്ലത്തിൽ ഞങ്ങൾക്കും വരും തലമുറകൾക്കും ഈ ആദർശം അനുസരിച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പശ്ചിമേഷ്യ ഏറ്റവും വലിയ ഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബോംബിന്റെ വർഷങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായി അവിടെ പോയി അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സത്യവിശ്വാസികളുണ്ട്. അല്ലാഹുവേ, യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെയും സകലമാന സത്യവിശ്വാസികളെയും പാവപ്പെട്ട സകല മനുഷ്യരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.